കുറേ കാലമായിട്ട് കാത്തിരുന്ന ഒരു വാർത്തയിൽ ഇന്ന് വിധി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അതെ, അത് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വാർത്ത. അതിൽ അതെ, മോചന ഹർജി ഇന്ന് റിയാദിലെ ക്രിമിനൽ കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. 8ാമത്തെ തവണയാണ് ഇന്ന് പരിഗണിക്കുന്നത്. കഴിഞ്ഞ 7 തവണയും പരിഗണിച്ചപ്പോഴും പല കാരണങ്ങൾ കൊണ്ട്, പല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് 8ാം തവണ പരിഗണിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കുടുംബം കാത്തിരിക്കുന്നത്. കടൽ കടന്നുള്ള ലൈവിലേക്ക് ആദ്യം പോകാം. അതെ, കടൽ കടന്ന ആരിലേക്കാണ്? അതെ, ജമാലുദ്ദീൻ നമ്മൾക്കുമുണ്ട്. ജമാൽ ചേരുകയാണ്. ദുബായിൽ നിന്ന് വിവരങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്ക് നേരം വെളുത്തു, ജമാലിന് നേരം വെളുത്തിട്ടില്ല. അതെ, അവിടെ സമയം എത്രയായിട്ടുണ്ട്? ഇവിടെ ഏതാണ്ട് 6 മണി കഴിഞ്ഞു. ജമാലിന് നേരം വെളുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വേറെ തരത്തിൽ അതിലെടുക്കും. അങ്ങനെ എടുക്കണ്ട. ആ നാട്ടിൽ നേരം വെളുത്തു വരുന്നത് 6 മണിയായിട്ടുണ്ട്. 6 മണിയായല്ലേ? ശരി. 6:11. ശരി. അപ്പൊ ഇന്നത്തെ പ്രതീക്ഷ എന്താണ്? ഈ കേസിൽ നേരത്തെ അന്ന പറഞ്ഞതുപോലെ 7 തവണ മാറ്റിവെച്ചൊരു കേസല്ലേ ജമാല്? തീർച്ചയായും നമ്മൾ ഈ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞെങ്കിൽ പോലും ഗൾഫിലെ പ്രവാസി മലയാളികൾക്ക് പ്രത്യേകിച്ചും അല്ലെങ്കിൽ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഇന്ന് ഒരു ശുഭകരമായ വാർത്ത ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു നല്ല ദിവസമായിരിക്കും, ഒരു നല്ല പ്രഭാതമായിരിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇന്ന് റഹീമിന്റെ കേസ് 8ാം തവണ റിയാദ് ക്രിമിനൽ കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തവണ ഈ കേസ് മാറ്റിവെച്ചു, 7 തവണ മാറ്റിവെച്ചു. അപ്പോഴൊക്കെയും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസ് ഇനി കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, ചില പഠനങ്ങൾ ആവശ്യമാണ്, സൂക്ഷ്മമായ ചില പരിശോധനകൾ ഈ കേസിൽ ആവശ്യമാണ് എന്നാണ് കോടതി ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും അതിൽ നേരത്തെ ഈ മരിച്ച അനസ് അൽ ഷഹീറിന്റെ കുടുംബം റഹീമിന് മാപ്പ് നൽകിയിരുന്നു. അത് തുടർന്ന് വധശിക്ഷ റദ്ദാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ 18 വർഷത്തിൽ അധികമായി ഇപ്പോൾ റഹീം ജയിലിൽ തന്നെയാണ് കഴിയുന്നത്. 2006 ഡിസംബറിലാണ് റഹീം ഈ സൗദി ബാലൻ അനസ് അൽ ഷഹീറിയുടെ മരണവുമായി ബന്ധപ്പെട്ട്, കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജയിലിൽ ആകുന്നത്. പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് വധശിക്ഷ കഴിഞ്ഞ ജൂലൈയിലാണ് ഈ വധശിക്ഷ റദ്ദാക്കുന്നത്. ഈ മരിച്ച ബാലന്റെ കുടുംബം മാപ്പ് നൽകിയാൽ റഹീമിന് മോചനം നേടാം എന്ന ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥകളുണ്ട്. അത്തരത്തിൽ ദിയാദനം സ്വീകരിച്ച് മരിച്ച ബാലന്റെ കുടുംബം ദിയാദനം സ്വീകരിച്ച് റഹീമിന് മാപ്പ് നൽകിയിരുന്നു. 34 കോടി രൂപ, ഏതാണ്ട് 15 മില്യൺ റിയാലാണ് ദിയാദനമായി മരിച്ച അനസ് അൽ ഷഹീറിന്റെ കുടുംബം ആവശ്യപ്പെട്ടത്. ഇത് നേരത്തെ നമ്മൾക്ക് അറിയുന്നത് പോലെ തന്നെ ലോകത്തെങ്ങുമുള്ള മലയാളികൾ കൈയയച്ച് സഹായിച്ച് അവരെ ഈ തുക കണ്ടെത്തി. പിന്നീട് ഈ തുക സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറുകയും എംബസി ഇവരുടെ കുടുംബത്തിന് നൽകുകയും ചെയ്തു. സൗദിയിൽ പ്രത്യേകമായി ഒരു റിയാദിൽ ഒരു റഹീം സഹായ സമിതി രൂപീകരിച്ചു. ഇപ്പൊ തന്നെ നാട്ടിലും സമാന്തരമായി കമ്മിറ്റികൾ രൂപീകരിച്ചു. വലിയ ഒരു ദൗത്യം അതിന്റെ പിന്നിലുണ്ടായി. പക്ഷെ ഈ കേസ് ഇപ്പോഴും അനന്തമായി എന്നല്ല, ഇപ്പോഴും നീണ്ടുപോവുകയാണ്. 7 തവണ മാറ്റിവെച്ചു, 8ാം തവണ കോടതി പരിഗണിക്കുന്നു. പ്രധാനമായും മനസ്സിലാകുന്ന ഒരു കാര്യം, മരിച്ച ബാലന്റെ കുടുംബം ഈ റഹീമിന്റെ മാപ്പ് നൽകിയെങ്കിൽ പോലും പബ്ലിക് റൈറ്റ് ഡിഫൻസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങൾ, അല്ലെങ്കിൽ സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ഇത് സംബന്ധിച്ച ഒരു തീരുമാനം വന്നാൽ മാത്രമേ റഹീമിന്റെ മോചനം എല്ലാ അർത്ഥത്തിലും സാധ്യമാകൂ. ഏതായാലും വധശിക്ഷ ഒഴിവായിട്ടുണ്ട് എന്നത് വലിയ ഒരു കാര്യം തന്നെ. പക്ഷെ കഴിഞ്ഞ 18 വർഷമായി ഇപ്പോഴും ജയിലിൽ തന്നെ റഹീം കഴിയുന്നു. ഇനി ഈ കേസിൽ ഒരുപക്ഷെ ഒരു തടവ് ശിക്ഷ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ പോലും റഹീം ഈ കാലയളവിൽ അനുഭവിച്ച ഈ തടവ് ശിക്ഷ കണക്കാക്കിയാൽ 18 വർഷമായി ജയിലിൽ കഴിയുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് കണക്കാക്കിയാൽ റഹീമിന് മോചനത്തിനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ എംബസിയുടെ അല്ലെങ്കിൽ റിയാദിലെ സഹായ സമിതിയുടെ വലിയൊരു വിവിധ സംഘടനകളൊക്കെ ചേർന്നുള്ള, അതെ, ജമാൽ സൂചിപ്പിച്ച പോലെ നാട്ടിലും പ്രവാസികളായിട്ടുള്ള മലയാളികളും മറ്റുള്ളവരെയും എല്ലാം ചേർത്തുള്ള വലിയൊരു പരിശ്രമമാണ് അബ്ദുൾ റഹീമിന് വേണ്ടി നടത്തി വന്നത്. അതുകൊണ്ട് തന്നെ കേസുകൾ നിരന്തരം ഇങ്ങനെ മാറ്റിവെക്കുന്നത് ആ കോടതിയുടേതായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടാകാം. അതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ നമ്മൾ ആളല്ല, അല്ലെങ്കിൽ അതിലേതെങ്കിലും അപാകത പറയുന്നു. പക്ഷേ ഇന്നെങ്കിലും അതിൽ ആശ്വാസകരമായ ജമാൽ പറഞ്ഞതുപോലെയുള്ള ഒരു മാറ്റം ഉണ്ടാകട്ടെ, അല്ലേ? വളരെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ടത് റംസാൻ, അതായത് റമദാൻ മാസം ആരംഭിക്കുന്നതിന് ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ കൂടി മലയാളികൾക്കുണ്ട്. കാരണം റംസാൻ മാസങ്ങളിൽ ഈ പൊതുവിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെയും തടവുകാർക്ക്, ജയിലിൽ കഴിയുന്നവർക്ക്
പിന്നെ ശിക്ഷയിൽ ഇളവ് നൽകുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായെങ്കിലും ഈ റംസാന്റെ പരിഗണിച്ചെങ്കിലും റഹീമിന് ഒരു മോചനം അതെ, അത് ജമാല് സാധ്യമാകും പറഞ്ഞതുപോലെ എന്ന തന്നെ പ്രതീക്ഷ കൂടി എല്ലാവരും എങ്ങും നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രേക്ഷകരൊക്കെ ജമാല് പറഞ്ഞതൊക്കെ കേട്ടിട്ട് സൗദി ജയിലിൽ കഴിയുന്ന റഹീമിന് എത്രയും വേഗം മോചനം സാധ്യമാവട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ സുമാരൻ ചോദിച്ച കാര്യം ജമാല് യു എയിലല്ലേ എന്നുള്ളതാണ്. യു എയിലാണ്. ആ സുമാരൻ പറഞ്ഞ സമയത്ത് തന്നെ സ്ക്രീനിൽ ജമാല് UAE. സംസാരിക്കുമ്പോൾ യു എ എന്ന് നമ്മൾ എഴുതി കാട്ടുന്നുണ്ടായിരുന്നു.